ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. It's my life, it's now or never. But I ain't gonna live forever. I just want to live, I live alive. ഹലോ, വൈബ്രന്റ് മീഡിയയുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട കോന്നിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അടവി ഇക്കോ ടൂറിസത്തിലാണ്. ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റിയാണ് കൊട്ടവഞ്ചി സവാരി. അപ്പോൾ നമുക്കിതിനുള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. 500 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. കൊട്ടവഞ്ചിയിൽ ആകെ മൊത്തം 5 പേർക്ക് കയറാവുന്നതാണ്. അതിൽ 4 പേര് നമ്മുടെ കൂടെ വരുന്ന ആളുകളും ഒരാളിത് തുഴയാൻ വേണ്ടിയിട്ടുള്ള ആളും ആയിരിക്കും. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് കുറച്ച് കാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട്. നമുക്കിവിടെ ഇറങ്ങി വരുമ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തരാൻ ആൾക്കാരൊക്കെ ഉണ്ട്. സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, കാരണം എനിക്ക് വെള്ളം എന്ന് കേട്ടാലേ പേടിയാണ്. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും പേടിയൊന്നും ഇല്ല, നല്ല എൻജോയ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ നമുക്ക് പോകാനുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനും ധൈര്യമൊക്കെ സംഭരിച്ച് പതുക്കെ കൊട്ടവഞ്ചിയിലേക്ക് കയറി ഞാനും പതുക്കെ സവാരി നടത്താനുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ കൊട്ടവഞ്ചി സവാരി ചെയ്യാൻ പോകുന്നത് കോന്നിയിലെ നിബിഡ വനത്തിലൂടെ ഒഴുകുന്ന കല്ലാർ പുഴയിലാണ്. കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അടവി ഇക്കോ ടൂറിസവും. അതെത്ര ദൂരം? താഴോട്ടല്ലേ? അടവി ഇക്കോ ടൂറിസം പദ്ധതി കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കേരളത്തിലെ വനം വന്യജീവി വകുപ്പും സംയുക്തമായാണ് നടപ്പിലാക്കുന്നത്. നമ്മൾ കുറച്ചധിക ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ കുട്ടവഞ്ചി ഇവർ പതുക്കെ ഇങ്ങനെ വട്ടത്തിൽ കറക്കാൻ തുടങ്ങും. ആദ്യം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ മാത്രമാണ് ഇവരിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. അങ്ങനെയല്ല, എല്ലാ കുട്ടവഞ്ചികളും കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവർ നമുക്കിങ്ങനെ ഒരു റൈഡ് പോലെ നമുക്ക് ചെയ്തു തരും. ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കാണ് ഇതേ നമ്മുടെ കുട്ടയും പതുക്കെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ആദ്യം സ്പീഡൊക്കെ കുറവായിരുന്നു, പിന്നെ ആയപ്പോഴത്തേക്ക് നല്ല സ്പീഡായി തുടങ്ങി. ചെറിയ പേടിയുണ്ടായിരുന്നു. ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല, എങ്ങനെ ഉണ്ടായിരുന്നത് നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. നമ്മൾ കറക്റ്റായിട്ട് കൊട്ടവഞ്ചി സവാരിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷെ സത്യം പറയാലോ, ആ ചെറിയൊരു മഴയത്തുള്ള കൊട്ടവഞ്ചിയിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ഇവിടെ ലഭിക്കുന്ന കൊട്ടവഞ്ചി സവാരി 2 തരത്തിലാണ്. ഒന്ന് വേനൽക്കാലത്തുള്ളത്. ഇത് വെള്ളം കുറവായതുകൊണ്ട് അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സവാരി ആയിരിക്കും. കാട്ടിനുള്ളിൽ കൂടി ചെറിയ നീരൊഴുക്കിലൂടെ വഞ്ചി ഇങ്ങനെ തുഴഞ്ഞു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തേത് മഴക്കാലത്താണ്. ഇത് 1 മണിക്കൂറോ അതിൽ കൂടുതലോ നേരമുണ്ടാവും. താഴേക്ക് നീങ്ങുന്ന അരുവിയിലൂടെ ഒരു റാഫ്റ്റിംഗ് രീതിയിൽ സവാരി നടത്തുന്നതാണ് മഴക്കാലത്തെ രീതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള പുലർച്ചെയോ വൈകുന്നേരങ്ങളിലോ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അടവി ഇക്കോ ടൂറിസം.